പാലപ്പിള്ളി ഇരിക്കോട് സെപ്റ്റിക് ടാങ്കിൽ വീണ് കാട്ടാന ചരിഞ്ഞു. 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. തലക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചരിയാൻ കാരണമെന്ന് പ്രാഥമിക നിഗമനം. ടൂറിസം ഹബ്ബാകാൻ ഒരുങ്ങി മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പച്ചിറ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ പദ്ധതിക്ക് അംഗീകാരമായി. കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി കുന്നംകുളം കോടതി ഉടനെടുത്തേക്കും. ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെ മൊഴി അന്വേഷണ സംഘം തിങ്കളാഴ്ച എടുത്തേക്കും. റവന്യൂ സ്കൂൾ കലോത്സവം കുന്നംകുളത്ത് തുടരുന്നു. കലോത്സവത്തിൽ ദൃശ്യവിരുന്നായി ഗോത്രകലകളുടെ മിന്നുന്ന പ്രകടനം. മലപ്പാട് ഉപജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവുമായി ചിറനല്ലൂർ സ്വദേശി സുനിൽ ദത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. വീഴ്ചയിൽ തലക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചെരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യമായി ശ്വാസം കിട്ടാത്ത അവസ്ഥയും കുട്ടിയാനയ്ക്കുണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞു. ഏകദേശം 5 വയസ്സുള്ള കൊമ്പനാണ് കുഴിയിൽ വീണത്. വനം വകുപ്പിലെ ഡോക്ടർ OB മിഥുൻ എത്തി നടത്തിയ പരിശോധനയിലാണ് ആന ചരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. കരിങ്കൽ കെട്ടിയ ഇടുങ്ങിയ കുഴിയിൽ വീണ ആനയെ രക്ഷപ്പെടുത്താൻ 4 മണിക്കൂറോളം ശ്രമം നടന്നിരുന്നു. ആനയുടെ പിൻകാലുകൾ ചെളിയിൽ താഴ്ന്നുപോയ നിലയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആനയെ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടത്. കുഴിയുടെ മുകളിലേക്ക് തലയും തുമ്പിയും ഉയർത്തിയിരുന്ന ആന പിന്നീട് അവശനിലയിലാവുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് കുഴിയിലെ കല്ലും മണ്ണും ചെളിയും നീക്കി തുടങ്ങിയപ്പോഴും ആന തുമ്പിയും കാലുകളും അനക്കുന്നുണ്ടായിരുന്നു. പിൻകാലുകൾ മണ്ണിൽ നിന്ന് ഉയർത്തി ആന സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനക്കമില്ലാതായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആന ചരിഞ്ഞതിൻ്റെ കാരണം പറയാൻ കഴിയൂവെന്ന് വനപാലകർ അറിയിച്ചു. ആനയെ പാലപ്പള്ളി വനാതിർത്തിയിൽ സംസ്കരിക്കുമെന്ന് വനപാലകർ അറിയിച്ചു. ചാലക്കുടി DFO വെങ്കടേശ്വർ, പാലപ്പള്ളി റേഞ്ച് ഓഫീസർ രതീഷ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പുലർച്ചെ മുതൽ എലിക്കോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആനയാണ് കുഴിയിൽ വീണതെന്ന് കരുതുന്നു. ആന കുഴിയിൽ അകപ്പെട്ട ശേഷം തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ടൂറിസം ഹബ്ബാകാൻ ഒരുങ്ങി മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പച്ചിറ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ പദ്ധതിക്ക് അംഗീകാരമായി. മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടത്തിയ വിശദ പഠനത്തിന് ശേഷം സമർപ്പിച്ച DPRന്റെ അടിസ്ഥാനത്തിലാണ് പുല്ലൂർ പൊതുമ്പൂച്ചിറ ടൂറിസം ഹബ്ബാക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഹാപ്പിനെസ് പാർക്ക്, ലൈറ്റിംഗ്, കനോപ്പീസ്, ക്യാമറ, ടൈലിംഗ്, ടേക്ക് എ ബ്രേക്ക്, സെൽഫി പോയിന്റ്, വാക്ക്വേ എന്നിവയും, 2ാം ഘട്ടത്തിൽ ചിൽഡ്രൻസ് പാർക്ക്, ഫൗണ്ടെയിൻ, ഐസ്ക്രീം കോർണർ എന്നിവയും, 3ാം ഘട്ടത്തിൽ ബോട്ടിംഗ്, ഓപ്പൺ ജിം എന്നിവയും നടപ്പിലാക്കും. ടൂറിസം വകുപ്പ്, ഡോക്ടർ R ബിന്ദുവിന്റെ MLA ഫണ്ട്, പഞ്ചായത്ത് എന്നിവ സംയോജിപ്പിച്ച ഫണ്ടുകൾ ഉപയോഗിച്ചാണ് പദ്ധതിക്കാവശ്യമായ തുക വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ സോയിൽ ടെസ്റ്റ് നടത്തി സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു. ടേക്ക് എ ബ്രേക്കിന്റെ പ്രവർത്തനവും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. നവംബർ മാസത്തിൽ ചിറയുടെ പരിസര പ്രദേശങ്ങൾ മാലിന്യ വിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ആദ്യഘട്ട നിർമ്മാണം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. 3 ഘട്ടമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമ്പൂച്ചിറയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ത്രിമാന ചിത്രങ്ങൾ പ്രകാശനം ചെയ്ത് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനേഷ്, മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി കുന്നംകുളം കോടതി ഉടനെടുത്തേക്കും. സതീഷിന്റെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം തൃശൂർ CJM കോടതി അനുമതി നൽകിയിരുന്നു. സതീഷ് പോലീസിന് നൽകിയ മൊഴി മാറ്റി പറയാതിരിക്കാനാണ് സെക്ഷൻ 164 പ്രകാരം കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക.
വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണത്തിന് കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം സതീഷിന്റെ മൊഴി എടുക്കുകയും ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെ മൊഴി അന്വേഷണ സംഘം തിങ്കളാഴ്ച എടുത്തേക്കും. ഇതിനായുള്ള നോട്ടീസ് അന്വേഷണ സംഘം ഉടൻ കൈമാറും. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ ദൃശ്യവിരുന്നൊരുക്കി ഗോത്രകലകളുടെ മിന്നുന്ന പ്രകടനം. ടൗൺ ഹാളിലെ ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഇരുള നൃത്തം, പണിയ നൃത്തം മത്സരങ്ങളാണ് നടന്നത്. 251 പോയിന്റ് നേടി വലപ്പാട് ഉപജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 1 പോയിന്റ് വ്യത്യാസത്തിൽ 250 പോയിന്റ് നേടി ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല രണ്ടാം സ്ഥാനത്തുണ്ട്. 249 പോയിന്റുമായി ആതിഥേയരായ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ല മൂന്നാം സ്ഥാനത്താണ്. ഇപ്പടി കണ്ടൊരു പോരും അവനുടെ നടതിനുള്ള ജനാവും തിരി ഒത്തു നിരൂപിച്ചു വിശ്വസിച്ചൻ പോലെ മമോദിസയിൽ മുഴുകിത്തരി പൂജിച്ച് പറഞ്ഞു തുടങ്ങി സർവശനാദിയിൽ വാനവനവനെ സർവചരാചരങ്ങളവയെല്ലാം കണ്ണുകൾ ചോദ്യങ്ങളായി തത്സമയ വിവരങ്ങളുമായി ശ്രീകേഷ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീകേഷ്, സ്കൂൾ കലോത്സവം രണ്ടാം ദിനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സിജി, ഏറെ ആവേശത്തോടെയാണ് ഇപ്പോൾ കുന്നംകുളത്തിന്റെ മണ്ണിൽ കലകളുടെ പൂരം പുരോഗമിക്കുന്നത്. വാശിയേറിയ മത്സരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലപ്പാട് ഉപജില്ല 281 പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണുള്ളത്. ചാവക്കാട് ഉപജില്ല 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 250 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. കുന്നംകുളം ഉപജില്ല 249 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. എന്തായാലും 12 ഉപജില്ലകളും ഏറെ വാശിയോടെ മത്സരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. മത്സരാർത്ഥികളെല്ലാം തന്നെ ഏറെ ആവേശത്തോടെ കുന്നംകുളത്തിന്റെ മണ്ണിൽ മാറ്റുരയ്ക്കുന്നു. ആദ്യ ദിനം മഴയായിരുന്നു വില്ലനായി മാറിയിരുന്നെങ്കിൽ ഇന്ന് മഴ മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ആവേശത്തോടെ തന്നെ മത്സരങ്ങൾ നടക്കുകയാണ്. ആദ്യ ദിനത്തിൽ സ്റ്റേജിതര മത്സരങ്ങളോടൊപ്പം മാപ്പിള കലാരൂപങ്ങളായിരുന്നു ശ്രദ്ധ നേടിയിരുന്നത്. രണ്ടാം ദിനത്തിൽ ഇന്ന് ക്രിസ്തീയ കലാരൂപങ്ങളാണ് ഏറെയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർഗംകളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പരിചമുട്ട് കളി മത്സരവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ആദിവാസി ഗോത്രകലകൾ അരങ്ങിലെത്തുന്നു എന്നതാണ്. ഇരുള നൃത്തം ഹൈസ്കൂൾ വിഭാഗം, പക്ഷേ അത് അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. എന്തായാലും ആദിവാസി ഗോത്രകലകൾ നേരിട്ട് കാണാനുള്ള ഒരു അവസരം തന്നെയായിരുന്നു. ഇരുള നൃത്തം, പണിയ നൃത്തം തുടങ്ങിയ ആദിവാസി ഗോത്രകലകൾ ആദ്യമായാണ് കലോത്സവത്തിൽ ഇത്തരത്തിൽ ആദിവാസി ഗോത്രകലകൾ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ കലോത്സവത്തിൽ ആദ്യമായി ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഓരോ മത്സരങ്ങളും വൈകിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം നൃത്തം സമാപിക്കേണ്ട സമയമായി. എന്നാൽ ഹൈസ്കൂൾ വിഭാഗം ഇരുള നൃത്തം മാത്രമേ സമാപിച്ചിട്ടുള്ളൂ. 15 മിനിറ്റ് വീതമുണ്ട്. അതുപോലെ തന്നെ അപ്പീൽ മുഖേനയും ടീമുകൾ എത്തി. പണിയ നൃത്തം ആരംഭിച്ചിട്ടില്ല. അത് ഇനി ഹയർ സെക്കൻഡറി വിഭാഗം ഇരുള നൃത്തം ആരംഭിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പണിയ നൃത്തം ആരംഭിക്കുക. അതുകൊണ്ട് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം സംഘനൃത്ത മത്സരം അരങ്ങേറാൻ. ആദ്യ ദിനത്തിൽ രാത്രി 12 മണി ആയി മത്സരങ്ങൾ സമാപിക്കുക. അർദ്ധരാത്രിയോടെയാണ് മത്സരങ്ങൾ സമാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്രമാത്രം വൈകിയാണ് മത്സരങ്ങൾ സമാപിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും പാടകം, കൂടിയാട്ടം, മോണാക്ട്, മാർഗംകളി, പരിചമുട്ടുകളി, ലളിതഗാനം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, ഓടക്കുഴൽ തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കലയുടെ പൂരം കുന്നംകുളത്ത് അങ്ങനെ അരങ്ങ് തകർക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. സിജി, നന്ദി ശ്രീകേഷ്, തത്സമയ വിവരങ്ങൾ നൽകിയതിന്. കുന്നംകുളത്ത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തുടരുകയാണ്. അല്പസമയം വൈകിയാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകിയായിരിക്കാം ഇന്നും മത്സരങ്ങളുടെ ആ ഒരു സമാപന വേദി ഉണ്ടാവുക എന്നാണ് ശ്രീകേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുന്നംകുളത്ത് നടക്കുന്ന 35ാം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കലോത്സവം മത്സരമായല്ല, കുട്ടികളുടെ ഉത്സവമായി തന്നെ കാണണമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി പതാക ഉയർത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡി ശ്രീജ, ചാവക്കാട് ഡിഇഒ പി വി റഫീഖ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ കലാ അധ്യാപകർ അവതരിപ്പിച്ച സ്വാഗത ഗാനം ശ്രദ്ധേയമായി. ഇതിന് പിന്നിൽ നിങ്ങൾ ഒരുപാട് പ്രയത്നങ്ങളുണ്ടാവും. കുട്ടികളുടെയും പാരൻസിൻ്റെയും ടീച്ചേഴ്സും ഒരുപാട് ക്ലാസ്സസ് വരെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഇതിനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം കാരണം ഓഫ് സ്റ്റേജിലല്ല നമ്മുടെ നഗരമാതാവ് ശ്രീമതി മത്സരമെന്നാക്കാമായിരുന്നു. പക്ഷെ വളരെ ആലോചിച്ച് കൃത്യമായി ആണ് ആ പേര് നിർദ്ദേശിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു ഉത്സവമാണ്. സ്കൂൾ വിദ്യാർത്ഥി തലങ്ങൾ മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളും കൈത്താളവും ലയിച്ചു ചേർന്ന വട്ടപ്പാട്ട് മത്സരം കാണികളുടെ മനം കവർന്നു. ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് മത്സരത്തിൽ തുടർച്ചയായി 2ാം തവണയും വിജയകിരീടം ചൂടി ബെഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലബാറിലെ മുസ്ലിം കല്യാണ വീടുകൾ തലേന്നാൾ മണവാളനെ ആനയിച്ച് കൊട്ടിപ്പാടുന്ന കലാരൂപമാണ് വട്ടപ്പാട്ട്. ഒപ്പനയ്ക്ക് സമാനമായ വട്ടപ്പാട്ട് അപ്പപ്പാട്ട്, വെറ്റിലപ്പാട്ട്, അമ്മായിപ്പാട്ട് എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കലോത്സവ വേദികളിൽ ഇടം പിടിച്ചതോടെയാണ് വട്ടപ്പാട്ട് കൂടുതൽ ജനകീയമായത്. തനത് ശൈലി കൈവിടാതെ ഇമ്പമാർന്ന ആലാപനത്തോടെ കാഴ്ചവെച്ച പ്രകടനമാണ് ബെഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തുടർച്ചയായി 2ാം തവണയും സംസ്ഥാന കലോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ ഇടയാക്കിയത്. അമ്പുകൾ തടിയെ തേടി വരാ ചെയ്ത് കൊണ്ടേ കുട്ടികളുടെ കഠിനമായ പരിശീലനവും സ്കൂൾ അധികൃതരുടെയും അധ്യാപക രക്ഷാകർത്താക്കളുടെയും പിന്തുണയുമാണ് വിജയത്തിന് പിറകിലെന്ന് പരിശീലകൻ മുനീർ തലശ്ശേരി പറഞ്ഞു. 20 വർഷമായിട്ട് ഞാൻ കുന്നംകുളം സെന്റ് ജോൺസ് ബഥനിയിൽ പരിശീലകനാണ്. മാനേജ്മെന്റിന്റെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വിജയത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസവും നമ്മളെ കൂടെ നിൽക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഇത് എൻ്റെ മക്കൾ അധ്വാനിച്ച വിജയമാണ് ഇപ്പൊ ഞങ്ങൾ ആഘോഷിക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റിന്റെ സപ്പോർട്ടും അതുപോലെ ഇവിടെ നമ്മളെ മാപ്പിള കലകൾക്ക് അതായത് കലയ്ക്ക് ഒരുപാട് ത്യാഗം സഹിച്ച ഒരു അധ്യാപകനുണ്ട്, രാംദാസ് സാറ്. അദ്ദേഹവും ഇതിന്റെ പിന്നിൽ ഒരുപാട് സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ സീനിയർ ടീച്ചേഴ്സ് ജിഷ മിസ്, നിഷ മിസ്, സജിനി മിസ്, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരും പേര് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. അവരെയൊക്കെ സപ്പോർട്ടാണ് ഈ ഒരു വിജയം. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെയും പ്രിയപത്നി ഖദീജ ബീവിയുടെയും വിവാഹ വർണ്ണനയും കച്ചവട ചരിത്രവുമാണ് ഇവർ അവതരിപ്പിച്ച വട്ടപ്പാട്ടിലെ പാട്ടും ഇതിവൃത്തവും.
വഴിനീളവും സലാമും മുനാജത്തും വിരുത്തവും പദവും പോക്കുവഴി നീളവും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ മികവ് കുറയാതെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ബദനി സ്കൂളിനെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർത്തിയത്. കളിച്ച് പരിശീലിച്ച സ്വന്തം സ്കൂൾ വേദിയിൽ തന്നെ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്നതും ബദനി ടീമിനെ ഇരട്ടി മധുരമായി മാറി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈനർ ഏറെ വ്യത്യസ്തനാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം, സംസ്ഥാന കായികമേള, ശാസ്ത്രോത്സവം തുടങ്ങി 150ഓളം കലോത്സവങ്ങൾക്കും വിവിധ സമ്മേളനങ്ങൾക്കുമെല്ലാം ലോഗോ തയ്യാറാക്കി വ്യത്യസ്തനാവുകയാണ് തിരൂർ സ്വദേശി അസ്ലം. ലോഗോകളുടെ സ്പെഷ്യലിസ്റ്റാണ് തിരൂർ അസ്ലം എന്ന ഈ റിട്ടയേർഡ് അധ്യാപകൻ. സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ, സംസ്ഥാന കായികമേളകൾ, സംസ്ഥാന ശാസ്ത്രോത്സവം, പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ്, നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തുടങ്ങി 150ഓളം ലോഗോകൾ ഇദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാഷ് ഡിസൈൻ ചെയ്ത പൂരത്തനിമ വിളിച്ചോതുന്ന ലോഗോയാണ് തിരഞ്ഞെടുത്തത്. കുറേ ജില്ലാ കലോത്സവങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കലോത്സവം, 2017 കേരള സ്കൂൾ കലോത്സവം, 2022 കേരള സ്കൂൾ കായികോത്സവം, അങ്ങനെ തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട 150ഓളം ലോഗോകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഇക്കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, കേരള സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, ഇപ്പോൾ ഈ തൃശ്ശൂർ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് ലോഗോ അടക്കം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത ചിത്രകാരനും തിരൂർ തുമരക്കാവ് ALP സ്കൂൾ റിട്ടയേർഡ് അറബിക് അധ്യാപകനുമായ അസ്ലം തിരൂർ ലോഗോ രൂപകൽപ്പനയ്ക്ക് പുറമെ ചിത്രരചനയിലും കവിത, മാപ്പിളപ്പാട്ട് രചനകളിലും സജീവമാണ്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കും ലോഗോ ഇദ്ദേഹം ഡിസൈൻ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ലോഗോ മാഷ് എന്നാണ് തിരൂർ അസ്ലം എന്ന ഈ റിട്ടയേർഡ് അധ്യാപകൻ അറിയപ്പെടുന്നത്. കാരണം ലോഗോകളുടെ സ്പെഷ്യലിസ്റ്റാണ് ഇദ്ദേഹം. സമ്മേളനങ്ങൾക്കും കലോത്സവങ്ങൾക്കുമെല്ലാം ഇദ്ദേഹം ലോഗോ തയ്യാറാക്കുന്നു. കൂടാതെ വരയുടെ ലോകത്തും സജീവമാണ് ഈ റിട്ടയേർഡ് അധ്യാപകൻ. ക്യാമറമാൻ സ്റ്റീവി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. കുന്നംകുളം കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവുമായി ചിറനല്ലൂർ സ്വദേശി തലക്കൽ വീട്ടിൽ സുനിൽ ദത്തിനെ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. ഒറീസയിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ് കുന്നംകുളം മേഖലയിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് സമീപമാണ് പ്രതി കച്ചവടം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, രവികുമാർ, അഞ്ജലി, ബിജു, അശ്വിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലയിൽ 3 റെയിൽവേ മേൽപ്പാലങ്ങൾ കൂടി വരുന്നു. റോഡ് ഗതാഗത തിരക്ക് കൂടുതലുള്ള റെയിൽവേ ഗേറ്റുകളിൽ 100% സ്വന്തം ചെലവിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള റെയിൽവേയുടെ പുതിയ നയത്തിൽ തൃശൂരിലെ 3 ഗേറ്റുകൾ കൂടി ഉൾപ്പെടുത്തി. വടക്കാഞ്ചേരിക്കടുത്തുള്ള പാർലിക്കാട്, പുതുക്കാടിനടുത്തുള്ള തുറവ്, ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള കേരള ഫീഡ്സ് എന്നീ റെയിൽവേ ഗേറ്റുകളാണ് പുതിയതായി റെയിൽവേ ഏറ്റെടുത്തിട്ടുള്ളത്. ഉറവിടങ്ങളിൽ 2 വരി ഗതാഗതത്തിനുള്ള മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖയും വിശദ പദ്ധതി രേഖയും തയ്യാറാക്കുന്നതിനുള്ള ദർഖാസ് തിരുവനന്തപുരം ഡിവിഷൻ ക്ഷണിച്ചു. ഡിസംബർ 20 അവസാന തീയതി. 8 മാസമാണ് കരാർ കാലാവധി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ടോൾ പിരിക്കാനുള്ള തീരുമാനം റദ്ദാക്കിയത്. രാവിലെ മുതൽ പ്രതിഷേധ സമരപരിപാടികൾ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ നടന്നിരുന്നു. ഇതേ തുടർന്ന് പ്രദേശവാസികളിൽ നിന്നും തൽക്കാലത്തേക്ക് ടോൾ പിരിക്കില്ലെന്ന് കരാർ കമ്പനിക്കാർ അറിയിക്കുകയായിരുന്നു. ഇതോടെ പ്രതിഷേധക്കാർ മടങ്ങിപ്പോയി. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
AG's ഓഫീസിന് മുൻപിൽ നടന്ന ധർണ CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ KV അബ്ദുൾ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, MLA-മാരായ മുരളി പെരുന്നല്ലി, KK രാമചന്ദ്രൻ, വിവിധ ഘടകകക്ഷി നേതാക്കളായ CR വത്സൻ, അഡ്വക്കേറ്റ് CT ജോഫി, പോൾ M ചാക്കോ, AV വല്ലഭൻ, MK കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇന്ത്യയുടെ നൽകുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഈ ദുരന്തം ഉണ്ടാകുന്നത് വലിയ തോട്ടം മേഖലയാണ്. പ്ലാന്റേഷൻ വളരെയേറെ തോട്ടം തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ്. ഇതിനു മുൻപും നമുക്കറിയാം ആ പഞ്ചായത്തിൻ്റെ മറ്റൊരു പ്രദേശത്താണ് വലിയ ഉരുൾപൊട്ടൽ. അന്ന് അതിൻ്റെ താഴെ ചരിയാർപ്പുഴയുടെ താഴെ വരുന്ന ഭാഗത്ത് നിലമ്പൂർ മേഖലയാണ്. അവിടെയും പുത്തുമല അവിടെയും വലിയ ഉരുൾപൊട്ടലുണ്ടായി. എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭയാനകമായ സാഹചര്യം മനസ്സിലാകുകയും ദേശീയപാത ചിറങ്ങരയിൽ നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് വേണ്ടത്ര ഉയരമില്ലെന്ന വിവരം പുറത്തുവന്നതോടെ നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് സർവകക്ഷി യോഗം ചേരും. ചരക്ക് ലോറികളടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകണമെങ്കിൽ അടിപ്പാതയുടെ ഉൾഭാഗത്ത് 5.5 മീറ്റർ ഉയരം ആവശ്യമാണ്. നിർദ്ദിഷ്ട അടിപ്പാതയ്ക്ക് 5 മീറ്റർ ഉയരം മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്ന് കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാർക്ക് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെത്തിയ തൊഴിലാളികളെ വ്യാപാരികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് തടയുകയും ചെയ്തു. ഉയരമില്ലാതെ അടിപ്പാത നിർമ്മിക്കാൻ നീക്കം നടന്നാൽ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് ജനകീയ സമിതി മുന്നറിയിപ്പ് നൽകി. നിർമ്മാണം പൂർത്തീകരിച്ച ഒളരിക്കര അമ്പാടിക്കുളം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുവീണത് സംബന്ധിച്ച് അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അമ്പാടിക്കുളം പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കോർപ്പറേഷന്റെ അമൃത് പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും TN പ്രതാപൻ പറഞ്ഞു. അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് ചാലശ്ശേരി, KP രാധാകൃഷ്ണൻ, ബ്ലോക്ക് ഭാരവാഹികളായ PV രാജു, രാമചന്ദ്രൻ പുതൂർക്കര തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷന്റെ ഇതിന് ചുക്കാൻ പിടിച്ച കൗൺസിലർമാർ ആരൊക്കെയാണെങ്കിൽ അവർ 36ാമത് സംസ്ഥാനതല അമ്പെയ്ത്ത് മത്സരത്തിൽ അണ്ടർ 13 വിഭാഗത്തിൽ തൃശൂർ ചാമ്പ്യന്മാർ. നവംബർ 29 മുതൽ ഡിസംബർ 2 വരെ എറണാകുളം പോഞ്ഞാശ്ശേരിയിൽ നടന്ന അമ്പെയ്ത്ത് മത്സരത്തിലാണ് അണ്ടർ 13 വിഭാഗത്തിൽ തൃശൂർ ചാമ്പ്യന്മാരാവുകയും അണ്ടർ 10 ആൻഡ് അണ്ടർ 18 വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടുകയും അണ്ടർ 15 വിഭാഗത്തിൽ 3ാമതെത്തുകയും ചെയ്തത്. നടത്തറ മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനയ്ക്കെതിരെ നടത്തറ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി. വെട്ടിക്കുറച്ച പച്ചക്കറി, കർഷകരുടെ വളം സബ്സിഡി പുനഃസ്ഥാപിക്കുക, പ്രളയ നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് TV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ, നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പോൾ, ML ബേബി, ബിന്ദു കാട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മാപ്പിളകല അക്കാദമി തൃശൂർ ജില്ലാ ചാപ്റ്ററിന്റെ വാർഷികാഘോഷ പരിപാടികൾ ചാവക്കാട് നടന്നു. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് K റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മുഖ്യ രക്ഷാധികാരി PC മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ T ചാമയാർ, വർക്കിംഗ് പ്രസിഡന്റ് സുബൈർ കൊളക്കാടൻ, മീഡിയ കൺവീനർ മുസദ് ഇത്തിക്കാട്ട്, PM ജബ്ബാർ, റഹ്മത്തുള്ള പാവറട്ടി, ലൈല റസാഖ് എന്നിവർ സംസാരിച്ചു.
അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്ന സംഭവത്തിൽ ലോകായുക്ത ഹിയറിംഗ് ഈ മാസം 20-ന് ആരംഭിക്കും. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പീച്ചി ഡാം മാനേജ്മെന്റിന്റെ പാളിച്ച മൂലം കഴിഞ്ഞ ജൂലൈ 30-ന് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ 12 ഇഞ്ച് തുറക്കുകയും പ്രളയമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ റൂൾ കർവ് പാലിക്കാതെ പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നതാണ് മനുഷ്യനിർമ്മിത പ്രളയത്തിന് കാരണമെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കയ്പമംഗലം കമ്പനിക്കടവിന് സമീപം സ്വകാര്യ വ്യക്തി കടൽ ഭിത്തി പൊളിച്ചു നീക്കിയെന്നാരോപിച്ച് BJP പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സിബിൻ അമ്പാടി, സുരേഷ് പള്ളത്ത്, KG ദിലീപ്, മനോജ് എന്നിവർ സംസാരിച്ചു. ഈ പ്രോപ്പർട്ടിയിൽ വിജയചേട്ടൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ നമ്മുടെ കൽഭിത്തി പൊളിച്ച് നീക്കി പുള്ളിയുടെ പറമ്പിൽ തന്നെ പടിഞ്ഞാപ്പുറം കുഴിച്ചിടുകയും അപ്പോൾ അത് നാട്ടുകാരെന്നോടൊന്ന് പറഞ്ഞിട്ട് മെമ്പർ എന്നൊക്കെ വന്ന് നോക്കി വിജയചേട്ടനോട് ഞാനത് സംസാരിക്കുകയും ചെയ്തതാണ്. ഇങ്ങനെ ചെയ്യണത് ശരിയല്ല. വിജയചേട്ടൻ്റെ പറമ്പിൽ തൈ വയ്ക്കാം, അല്ലെങ്കിൽ ബൗണ്ടറി കെട്ടാം, അതൊക്കെ നിയമപരമായിട്ട് ചെയ്യാം. പക്ഷേ കടൽ ഭിത്തി പൊളിച്ച് നീക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ കുറ്റമാണ്. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന് ഞാൻ വിജയചേട്ടനോട് പറയുകയുണ്ടായി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജ ബമ്പർ നറുക്കെടുപ്പിൽ 2ാം സമ്മാനം തൃപ്രയാർ സ്വദേശിക്ക്. തൃപ്രയാർ മേൽതൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന മണക്കാട്ട് ചന്ദ്രനാണ് 2ാം സമ്മാനമായ 1 കോടി രൂപയ്ക്ക് അർഹനായത്. നറുക്കെടുപ്പിന്റെ തലേദിവസം രാത്രി 7 മണിക്ക് തൃപ്രയാർ പോളിടെക്നിക് കോളേജിന് മുൻപിൽ നിന്നും സൈക്കിളിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ജോണിയിൽ നിന്നുമാണ് ഒരു ബമ്പർ ടിക്കറ്റ് എടുത്തത്. തൃപ്രയാർ ഭാരത് ലോട്ടറി ഏജൻസിയുടേതാണ് ടിക്കറ്റ്. 8 വർഷം മുൻപ് കേരള ഭാഗ്യക്കുറിയുടെ ബമ്പർ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായ 3 കോടി രൂപയും ചന്ദ്രന് ലഭിച്ചിരുന്നു. ഇപ്പോൾ 2ാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചന്ദ്രനും കുടുംബവും. പൂജ ബമ്പർ 5 ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിന് നമുക്ക് അടിച്ചു. ഇപ്പോൾ പൂജ ബമ്പറിൽ നമുക്ക് 1 കോടി വീണ്ടും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുൻപ് ഒരു 8 വർഷം മുൻപ് ഒരു 3 കോടി രൂപ കസ്റ്റമേഴ്സ്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ഭിന്നശേഷി ദിനാചരണവും വിളംബര ജാഥയും നടത്തി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി BRCയിലെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ PS ഷൈജു, പ്രധാന അധ്യാപകൻ MK സൈമൺ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ TK ഡെൽജോ എന്നിവർ സംസാരിച്ചു. കോടമുക്ക് AM-LP സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക മണ്ണ് ദിനം ആചരിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ നിഖിൽ മണ്ണ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ TU ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ക്ലബ് കൺവീനർ അനു വർഗീസ്, AS ജസീന, KA അനു ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N ബിജു ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗ, കളരി, സൂര്യ നമസ്കാര പ്രദർശനവും ഉണ്ടായിരുന്നു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം കനിഷ്കൻ വല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് PC സജിത് അധ്യക്ഷത വഹിച്ചു. CPI ചാലക്കുടി മണ്ഡലം സെക്രട്ടറി CV ജോഫി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക്, മണ്ഡലം സെക്രട്ടറി MD പ്രവീൺ എന്നിവർ സംസാരിച്ചു. കുറ്റുമുക്കിൽ നിന്നും വയോധികനെ കാണാതായതായി പരാതി. പിള്ളയിൽ മാരിയപ്പനെയാണ് ചൊവ്വാഴ്ച രാത്രി മുതൽ കാണാതായത്. കാണാതാകുമ്പോൾ ലൈറ്റ് ബ്ലൂ ചെക്ക് ഷർട്ടും ആഷ് കളർ പ്ലെയിൻ ലുങ്കിയുമാണ് ധരിച്ചിരുന്നത്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ വിയൂർ പോലീസ് സ്റ്റേഷനുമായോ 9567692589 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്.
വടക്കാഞ്ചേരി അകമലയിൽ കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥലങ്ങൾ ഡിവിഷൻ കൌൺസിലർ ബുഷറ റഷീദിനൊപ്പം ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്നും പ്രദേശത്തേക്ക് അനുവദിച്ച വൈദ്യുതി വേലികൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കൌൺസിലർ PN വൈശാഖ്, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ജയൻ മംഗലം, ഫിലിപ്പ് ജേക്കബ് അത്താണി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. പരാതികളൊക്കെ കൊടുക്കുകയുണ്ടായിട്ടില്ല. ഇതുവരെയ്ക്കും യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം. ഇന്നത്തെ കാലത്ത് കർഷകരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അവരുണ്ടാക്കുന്ന വിളകൾക്ക് വിലയില്ല. വലിയ കൂലി കൊടുത്തിട്ട് വേതനം കൊടുത്തിട്ടാണ് കൃഷി പണിയുന്നത്. ആ കൃഷി ഒരു പ്രതിഫലം കിട്ടുന്ന നേരത്താണ് 100-100ഓളം തെങ്ങുകളാണ് ഇവിടെ കാട്ടാന ഇറങ്ങി നശിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ അധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിലുള്ളത്. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. നെല്ലുവായി CITU യൂണിയൻ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ OB സുബ്രഹ്മണ്യൻ, PT ദേവസി, TK ശിവൻ, NB ബിജു, PB ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. 16 ബ്രാഞ്ചുകളിലും പതാക ദിനാചരണത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവഞ്ചനയ്ക്കും ദുർഭരണത്തിനുമെതിരെ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഏകദിന ഉപവാസ സമരവും നടത്തി. പാവറട്ടി പള്ളിനടയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. KC അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ സലാം വെൺമേനാട്, NJ ലിയോ, സിന്ധു അനിൽകുമാർ, മീര ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്ങല്ലൂർ ഒലീവിയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കർഷകമിത്ര പുരസ്കാരം ജൈവ കർഷകനായ വെള്ളാങ്ങല്ലൂർ വള്ളിവട്ടം സ്വദേശി സലീം കാട്ടകത്തിന് സമ്മാനിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് പുരസ്കാരം സമ്മാനിച്ചു. പത്മശ്രീ ചെറുവയൽ രാമൻ, പോൾ K തോമസ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 15 വർഷമായി 6 ഏക്കർ ഭൂമിയിൽ ജൈവ രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്തു വരികയാണ് സലീം. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. AIYF ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മണലൂർ മണ്ഡലം കമ്മിറ്റി മുല്ലശ്ശേരിയിൽ നൈറ്റ് മാർച്ച് നടത്തി. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CK രമേശ് അധ്യക്ഷത വഹിച്ചു. സാജൻ മുടവങ്ങാട്ടിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, V സന്ദീപ്, ബിജിത ഗിരീഷ്, ദിൽനാഥ് ധനേഷ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് ശനിയാഴ്ച ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ET ടൈസൺ MLA മത്സരം ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം. ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ്, ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പള്ളായിൽ, സെക്രട്ടറി KV വത്സകുമാർ, അംഗങ്ങളായ KK സജീവൻ, KB സഹജാത്മജൻ, KK സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മനക്കൊടി യൂണിറ്റ് സമ്മേളനം അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സ്മിത സജീവൻ അധ്യക്ഷയായി. തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രസവ ധനസഹായം ഒറ്റത്തവണയായി നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിറ്റ് സെക്രട്ടറി ദീപ വിനേഷ്, ട്രഷറർ JC ഫ്രാൻസിസ്, ഏരിയ സെക്രട്ടറി KA ജോയ്, ബിന്ദു ലോറൻസ്, റോസ് വർഗീസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വയനാട് ദുരിതബാധിതരോടുള്ള അവഗണനയ്ക്കെതിരെ AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ നൈറ്റ് മാർച്ച് നടത്തി. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. ജിനേഷ് PC അധ്യക്ഷത വഹിച്ചു. PS അഖിൽ, CPI ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം MK ഗോപാലകൃഷ്ണൻ, സനിൽ വാണിയമ്പാറ, രമ്യ രാജേഷ് എന്നിവർ സംസാരിച്ചു.
മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, CN ബാലകൃഷ്ണന്റെ സഹധർമ്മിണി തങ്കമണി, മക്കളായ മിനി ബൽറാം, CB ഗീത, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ സെന്റിനറി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അധ്യക്ഷനായി. കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, മറീന പോൾ, ഗിന്നസ് പക്രു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി, ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ്, CP ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബും ചക്കാംപറമ്പ് വിജ്ഞാനദായിനി സഭയും ചേർന്ന് സംഘടിപ്പിച്ച കാർഷിക മേളയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷനായി. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു കർഷക അവാർഡുകൾ വിതരണം ചെയ്തു. വിജ്ഞാനദായിനി സഭ പ്രസിഡന്റ് CD ശ്രീനാഥ്, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, വാർഡ് മെമ്പർ ജിയോ കൊടിയൻ, ബിനിൽ പ്രതാപൻ, അനീഷ് കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. പാവറട്ടി കൃഷിഭവന്റെയും ജില്ലാ മണ്ണ് പരിശോധനാ ലാബിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മണ്ണ് ദിനാഘോഷം നടത്തി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടന്നു. ആത്മ പ്രോജക്ട് ഡയറക്ടർ N ഷീല, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസഫ് ബെന്നി, സിബി ജോൺസൺ എന്നിവർ സംസാരിച്ചു. കേരള പഠന മഹാസഭയും മരതയൂർ പുരോഗമന സമുദായവും സംയുക്തമായി വാർഷിക പൊതുയോഗം നടത്തി. ഭരണസമിതി പ്രസിഡന്റ് ഭാസ്കരൻ മന്നത്ത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ CS രാജൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വിജയം നേടിയ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. KC അജി, പുരുഷോത്തമൻ മുറ്റിച്ചൂരി, ബിനോജ് മന്നത്ത്, CK രാഘവൻ, വിനിത ബിനോജ്, CS മണികണ്ഠൻ, MK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചേർപ്പിൽ ലോക മണ്ണ് ദിനം ആചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ലോക മണ്ണ് ദിനാഘോഷത്തിന്റെയും കർഷകർക്കുള്ള മണ്ണ് ആരോഗ്യ കാർഡ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സോയിൽ സർവേ ഓഫീസർ MA സുധീർ ബാബു, ജില്ലാ സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ NM ധന്യ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ഹസീന അക്ബർ, ബ്ലോക്ക് അംഗം ഷീല ഹരിദാസ്, ജില്ലാ മണ്ണ് സംരക്ഷണം ഓഫീസർ ബിന്ദു മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 5740 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3263 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി എരിക്കോട് സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. തലക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചെരിയാൻ കാരണമെന്ന് പ്രാഥമിക നിഗമനം. ടൂറിസം ഹബ്ബാകാൻ ഒരുങ്ങി മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പുച്ചിറ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ പദ്ധതിക്ക് അംഗീകാരമായി. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി കുന്നംകുളം കോടതി ഉടനെടുത്തേക്കും. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ മൊഴി അന്വേഷണ സംഘം തിങ്കളാഴ്ച എടുത്തേക്കും. റവന്യൂ സ്കൂൾ കലോത്സവം കുന്നംകുളത്ത് തുടരുന്നു. കലോത്സവത്തിൽ ദൃശ്യവിരുന്നായി ഗോത്രകലകളുടെ മിന്നുന്ന പ്രകടനം. വലപ്പാട് ഉപജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവുമായി ചിറനല്ലൂർ സ്വദേശി സുനിൽ ദത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.